അത്തുഫാഹു ഫാക്കിഹത്തുൻ ലദീദത്തുൻ. മാ ദാലിക്ക അതെന്താണ്? മാ ദാലിക്ക അതെന്താകുന്നു. മാ എന്ന് പറഞ്ഞാൽ എന്ത്, ദാലിക്ക അത് ആകുന്നു എന്നർത്ഥം നമുക്ക് അവിടെ കിട്ടും. മാ ദാലിക്ക അതെന്താകുന്നു. മാ ഇസ്മുൽ ഇസ്തിഫ്ഹാം മബനിയുൻ അല സുക്കൂനി, ചോദ്യം ചോദിക്കാനുള്ള ഒരു ഇസ്മാണ് മാ എന്നത്. ദാലിക ഇസ്മുൽ ഇഷാറ, ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ ഫതഹി, ഫതഹയിൽ മബനിയായ ഇസ്മുൽ ഇഷാറയാണ് ദാലിക. അത് ദൂരെയുള്ള ഒരു പുരുഷ നാമത്തിൽപ്പെട്ട ഒരു വസ്തുവിനെ ചൂണ്ടിക്കാണിക്കാനാണ് ദാലിക എന്നത് ഉപയോഗിക്കുന്നത്. മാ ദാലിക അതെന്താകുന്നു. ദാലിക ഉസ്ഫൂറുൻ അതൊരു കുരുവിയാകുന്നു. ദാലിക ഉസ്ഫൂറുൻ, ഉസ്ഫൂർ എന്ന് പറഞ്ഞാൽ സ്പാരോ, ചെറിയ കുരുവി, അതൊരു കുരുവിയാകുന്നു. ദാലിക ഇസ്മുൽ ഇഷാറ മബനിയുൻ അലൽ ഫതഹി മുബ്തദഅ, ദാലിക മുബ്തദഅ, ഉസ്ഫൂറുൻ ഖബർ, ഉസ്ഫൂറുൻ ഖബറുൻ മർഫൂഉൻ. ദാലിക ഇസ്മുൽ ഇഷാറ മുബ്തദഅ, ഉസ്ഫൂറുൻ ഖബർ മർഫൂ. ദാലിക ഇസ്മുൽ ഇഷാറ മുബ്തദഅ, ഉസ്ഫൂറുൻ ഖബർ. അൽ ഉസ്ഫൂറു طائറുൻ സഗീറുൻ, അൽ ഉസ്ഫൂറു طائറുൻ സഗീറുൻ, കുരുവി ഒരു ചെറിയ പക്ഷിയാകുന്നു. ദ സ്പാരോ ഈസ് എ സ്മോൾ ബേർഡ്, കുരുവി ഒരു ചെറിയ പക്ഷി ആകുന്നു. അൽ ഉസ്ഫൂറു طائറുൻ സഗീറുൻ, കുരുവി ഒരു ചെറിയ പക്ഷി ആകുന്നു. അൽ ഉസ്ഫൂറു മുബ്തദഅ, طائറുൻ ഖബർ. സഗീറുൻ എന്നത് നഅത്താണ്, طائറുൻ എന്നതിൻ്റെ നഅത്താണ്. അൽ ഉസ്ഫൂറു മുബ്തദഅ മർഫൂഉൻ, طائറുൻ ഖബറുൻ മർഫൂഉൻ, വഹുവ മൻഊത്ത്, അതുകൂടാതെ അത് മൻഊത്തും കൂടിയാണ്. സഗീറുൻ നഅത്തുൻ മർഫൂഉൻ. ഓക്കെ, മൻഊത്തിൻ്റെ അതേ ഇറാബ് വേണം നഅത്തിനും, സെയിം നമ്പർ വേണം, സെയിം ജെൻഡർ വേണം, സെയിം നക്കിറ മാരിഫ വേണം, സെയിം പിന്നെ കൂടി ഏറാബ് അല്ലേ, നമ്പർ ജെൻഡർ ഏറാബ് നക്കിറ മാരിഫ, 4 കാര്യത്തിലും നഅത്ത് മൻഊത്തിനെ പിന്തുടരണം. ഓക്കെ, അൽ ഉസ്ഫൂറു മുബ്തദഅ മർഫൂഉൻ, طائറുൻ ഖബറുൻ മർഫൂഉൻ, സഗീറുൻ നഅത്തുൻ മർഫൂഉൻ. അൽ അറബിയ്യതു ലുഗത്തുൻ സഹ്ലത്തുൻ, അറബി എളുപ്പമുള്ള ഭാഷയാകുന്നു. അൽ അറബിയ്യത്തു അറബി, ലുഗത്തുൻ സഹ്ലത്തുൻ എളുപ്പമുള്ള ഭാഷയാകുന്നു. അൽ അറബിയ്യത്തു ലുഗത്തുൻ സഹ്ലത്തുൻ, അറബി എളുപ്പമുള്ള ഭാഷയാകുന്നു. അൽ അറബിയ്യത്തു മുബ്തദഅ മർഫൂഉൻ, ലുഗത്തുൻ ഖബറുൻ മർഫൂഉൻ, സഹ്ലത്തുൻ നഅത്തുൻ മർഫൂഉൻ. ഓക്കെ, ലുഗത്തുൻ എന്നത് മൻഊത്താണ്, സഹ്ലത്തുൻ എന്നത് എന്താണ്, നഅത്താണ്. ഓക്കെ, നമ്പറും ജെൻഡർ അല്ലേ, സെയിം നക്കിറ, സെയിം ഫെമിനിനാണ്, രണ്ടുപേരും സ്ത്രീലിംഗമാണ്, രണ്ടുപേരും ദൊമ്മത്തേനിൽ അവസാനിക്കുന്നു, രണ്ടുപേരും എന്താണ് ഏകവചനമാണ്, രണ്ടും നക്കിറയാണ്. ഓക്കെ, ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ എന്ന് നോക്കട്ടാ, പറ്റുന്നവർ പറയണേ. അൽ അറബിയ്യത്തു ലുഗത്തുൻ സഹ്ലത്തുൻ, അറബി എന്നത് എളുപ്പമുള്ള ഭാഷ ആകുന്നു. ഇനി ലുഗത്തുൻ എന്നതിൻ്റെ അവിടെ ഞാൻ അലിഫ്ലാം ഇട്ടെന്ന് വിചാരിക്കാം. അൽ അറബിയ്യത്തു അൽ ലുഗത്തു, അൽ ലുഗത്തു, അപ്പോൾ തൻവീൻ ഒഴിവാക്കിയിട്ടാ, അലിഫ്ലാം ഇട്ടേ, ലുഗത്തുനെ ഞാൻ അലിഫ്ലാം ഇട്ട്. അൽ അറബിയ്യത്തു അൽ ലുഗത്തു സഹ്ലത്തുൻ, അതിൻ്റെ അർത്ഥവും ഏറാബും ആർക്കെ പറയാൻ പറ്റുക? അൽ അറബിയ്യത്തു അൽ ലുഗത്തു അസ്സഹലത്തു, അൽ അറബിയ്യത്തു അൽ ലുഗത്തു സഹലത്തു. ഈ ലുഗത്തുൻ എന്നതിന് ഞാൻ അലിഫ്ലാം ഇട്ടു, അലിഫ്ലാം ഇട്ട് ഓട്ടോമാറ്റിക്കലി താമർബൂത്തിൻ്റെ തെൻമീൻ പോയിട്ട് ലൊമ്മ വരും അല്ലേ, അൽ ലുഗത്തു പിന്നെ സഹലത്തുൻ. അപ്പോൾ എങ്ങനെയാ പറയാ? അൽ അറബിയ്യത്തു അൽ ലുഗത്തു സഹലത്തുൻ എന്ന് പറഞ്ഞേ, ആർക്കും അർത്ഥം പറയാൻ പറ്റുക? ഇല്ല, കൺഫ്യൂഷൻ. ആരും ഇല്ലേ? ഉണ്ടല്ലോ അല്ലേ? ആ പറഞ്ഞോളൂ, പറഞ്ഞോളൂ. ഒന്നുകൂടെ അത് പറയൂ, സെന്റൻസ് പറയൂ. ഉള്ളതല്ല ഞാൻ ചോദിക്കുന്നത്, ഉള്ളത് തന്നെ, പക്ഷെ അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ചോദിക്കണേ. ഇതിൽ വന്നത് അൽ അറബിയ്യത്തു, അറബിയ്യത്തു, ഇതിൽ വന്നത് അൽ അറബിയ്യത്തു അറബി, ലുഗത്തുൻ സഹ്ലത്തുൻ എളുപ്പമുള്ള ഭാഷയാണ് എന്നാണ് വന്നിട്ടുള്ളത്. അതിന് പകരം അവിടെ അൽ ലുഗത്തുൻ എന്നിടത്ത് അലിഫ്ലാം വന്നിരിക്കുക. സ്ക്രീൻ ഓക്കെ അല്ലേ? ഞാൻ ബുക്ക് നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. ബുക്കല്ല, സ്ക്രീനിൽ നോക്കണം. ബുക്കിൽ
ബുക്കിൽ നോക്കിയിട്ട് കാര്യമില്ല. വീട്ടിലില്ല, വന്നിട്ടില്ല. സ്ക്രീൻ വന്നിട്ടില്ല. സ്ക്രീൻ ഷെയറിംഗ് ഒന്നുമില്ലല്ലോ. സ്ക്രീൻ ഷെയറിംഗ് ഇല്ല അല്ലേ? ശരി. അപ്പൊ ബദലായിട്ടാണോ വരിക ടീച്ചറെ? ബദല് എന്തിന്റെ ശേഷം വരിക? ബദലൊക്കെ നിങ്ങൾ മറന്നുപോയാ? ഹാദിക്ക് ശേഷല്ലേ ബദല് വരിക? അല്ലുഗത്തു സഹലത്തു. ഞാൻ പറഞ്ഞില്ല അത് തിരിച്ച് അലിഫ്ലാമ് വന്ന് നിങ്ങൾ ആവശ്യമില്ലാത്തടത്തൊക്കെ ബദല് വരുന്ന എനിക്കറിയായിരുന്നു. അതാ ഞാൻ അന്ന് പറഞ്ഞത്. തിരിച്ച് ആവശ്യമില്ലാത്തടത്ത് വരും ബദല്. ഇനി ഒന്ന് പറഞ്ഞേ, അർത്ഥം പറയണം, ഏറാബ് ചെയ്യണം. ഏറാബ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്, പലർക്കും പറ്റും. അർത്ഥം ഒന്ന് പറഞ്ഞേ. മാം, അൽ അറബിയത്തു അല്ലുവത്തു രണ്ടും അല്ല് വെച്ചിട്ട് വരുമോ? വരും അങ്ങനെ വരാം. ഷർത്ത് വ്യത്യാസം വരും. അങ്ങനെയാണെങ്കിൽ അറബി ഭാഷ എളുപ്പമുള്ളതാകും. കറക്റ്റ്. അതാര് പറഞ്ഞു? മാഷാ അല്ലാ, അതാണ് കറക്റ്റ്. അറബി ഭാഷ. അൽ അറബിയത്തുൽ ലുഗത്ത് ഒന്നിച്ച് പറയണം. ഓക്കെ. അറബി ഭാഷ എളുപ്പമുള്ളതാണ്. മറ്റേത് നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ എന്താ എഴുതിയിട്ടുള്ളത്? അൽ അറബിയത്തു ലുഗത്തുൻ സഹലത്തുൻ. അറബി എളുപ്പമുള്ള ഭാഷയാകുന്നു. ഇവിടെയോ അൽ അറബിയത്തു അൽ ലുഗത്തു, അറബി ഭാഷ എളുപ്പമുള്ളതാകുന്നു. ഈ അൽ ലുഗത്തു എന്നത് എന്താണ്? ഈ ഇതിലിട്ട ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ല, ഇതിൽ അൽ അറബിയത്തു മുബ്തദ മർഫൂഉൻ. അൽ ലുഗത്തു എന്താണ്? മുലാഫിലേഷാണോ? നിങ്ങളൊന്ന് നോക്കിയേ, എന്താണത് കിടക്കണത്? സെയിം നമ്പർ, സെയിം ജെൻഡർ, സെയിം നക്കിറ, അല്ല സെയിം, രണ്ടും മുഫ്രദാണ്, രണ്ടും ഫെമിനിനാണ്, രണ്ടും മാരിഫയാണ്, രണ്ടും. അപ്പൊ എന്തായിരിക്കും ലുഗത്തു എന്നത്? നേത്താണ്. ആരുടെ നേത്താ? അറബിന്റെ നേത്താണ്. കണ്ടോ? അറബിയുടെ നേത്താണ് ഇവിടെ ലുഗത്തുൻ എന്നത്. ഓക്കെ, അറബിന്റെ നേത്താണ്. കാരണം കണ്ടോ, രണ്ടിലും. മറ്റേ സഹലത്തിനും അവിടെ വരില്ല, കാരണം അവിടെ എന്താണ്? മാരിഫയാണ്. ഇവിടെ നക്കിറ. കണ്ടോ? അറബിയത്തു മുബ്തദ മർഫൂഉൻ. അൽ ലുഗത്തു എന്നത് ഇതാണ്, നാത്താണ്. അൽ അറബിയത്തുന്റെ നാത്താണ്. ഇവിടെ സഹലത്തുൻ എന്നത് ഖബറാണ്. കണ്ടോ അർത്ഥവ്യത്യാസം? കണ്ടോ? ഇതിന്റെ നാത്ത് ഒരിക്കലും ആവൂല. കാരണം എന്ന് വെച്ചാൽ ഇതിന് അലിഫ്ലാമ് ഇതില്ല. കണ്ടോ? ഇതിന് നക്കിറയാണ്. കണ്ടോ? പക്ഷെ ഇവിടെ വന്നിക്കണ ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഖബറാക്കാം. ഇങ്ങനെയൊക്കെ വരും എന്ന് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അറബിയത്തും വന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഈ അലിഫ്ലാം ഇട്ടോ ഇടാതെ പറയുമ്പോ അറബി എളുപ്പമുള്ള ഭാഷയാകുന്നു. അപ്പൊ നമ്മൾ നായത്തിനും മനൂത്തിനും ഒന്നിച്ച് പറയണം. ഇട്ടിട്ടാണെങ്കിൽ ഇതിനെ രണ്ടിനും ഒന്നിച്ച് പറയണം. നായത്തും മനൂത്തും. അറബി ഭാഷ എളുപ്പമുള്ളതാകുന്നു. കണ്ടോ? അടുത്തത് അൽ അറബിയത്തു ലുഗത്തുൻ ജമീലത്തുൻ. അറബി ഭംഗിയുള്ള ഭാഷയാകുന്നു. അൽ അറബിയത്തു ലുഗത്തുൻ ജമീലത്തുൻ. അറബി ഭംഗിയുള്ള ഭാഷയാകുന്നു. അൽ അറബിയത്തു മുബ്തദ, ലുഗത്തുൻ ഖബർ, ജമീലത്തുൻ നഅത്ത്. ഇതേപോലെ തന്നെ നമുക്ക് അലിഫ്ലാം ഇട്ട് കഴിഞ്ഞാലും അർത്ഥം മാറും കേട്ടോ. അൽ അറബിയത്തു അൽ ലുഗത്തു ജമീലത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി ഭാഷ ഭംഗിയുള്ളതാണ്. ഇവിടെ അറബി ഭംഗിയുള്ള ഭാഷയാകുന്നു. ഓക്കെ, അപ്പം നമ്മൾ അർത്ഥവ്യത്യാസങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അൽ അറബിയത്തു ലുഗത്തുൻ ജമീലത്തുൻ. അറബി ഭംഗിയുള്ള ഭാഷയാകുന്നു. അറബിയത്തു മുബ്തദ, ലുഗത്തുൻ ഖബർ, ജമീലത്തുൻ നഅത്ത്. അൽ അറബിയത്തു മുബ്തദ മർഫൂഉൻ, ലുഗത്തുൻ ഖബറുൻ മർഫൂഉൻ, ജമീലത്തുൻ നഅത്തുൻ മർഫൂഉൻ. അമ്മാറുൻ ത്വാലിബുൻ മുജ്തഹിദുൻ. അമ്മാറുൻ ത്വാലിബുൻ മുജ്തഹിദുൻ. അമ്മാർ ഒരു പരിശ്രമശാലിയായ വിദ്യാർത്ഥിയാകുന്നു. മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്കിംഗ്, ഇജ്തിഹാദുള്ളത്, ഒരു ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻ്റ് ആകുന്നു. അമ്മാർ ഒരു പരിശ്രമശാലിയായ വിദ്യാർത്ഥി ആകുന്നു. അമ്മാറുൻ മുബ്തദ മർഫൂഉൻ, ത്വാലിബുൻ ഖബറുൻ മർഫൂഉൻ, മുജ്തഹിദുൻ നഅത്ത്. താലിബുൻ എന്നതിൻ്റെ നഅത്താണ് എന്ത്? മുജ്തഹിദുൻ നഅത്താണ്. അമ്മാറുൻ ത്വാലിബുൻ മുജ്തഹിദുൻ. അമ്മാർ ഒരു പരിശ്രമശാലിയായ വിദ്യാർത്ഥിയാകുന്നു. അമ്മാറുൻ മുബ്തദ മർഫൂഉൻ, ത്വാലിബുൻ ഖബറുൻ മർഫൂഉൻ, മുജ്തഹിദുൻ നഅത്ത് നഅത്തുൻ മർഫൂഉൻ. വമഹ്മൂദുൻ ത്വാലിബുൻ കസ്ലാനു.
മഹ്മൂദ് ഒരു മടിയനായ വിദ്യാർത്ഥിയാകുന്നു. അപ്പോൾ മഹ്മൂദുൻ താലിബുൻ കെസ്ലാനു. മഹ്മൂദ് ഒരു മടിയനായ വിദ്യാർത്ഥി ആകുന്നു. വാവ് ഹർഫുൽ അത്ഫ്. മഹ്മൂദുൻ മുബ്തദ മർഫൂഉൻ, താലിബുൻ ഖബറുൻ മർഫൂഉൻ, കെസ്ലാനു താലിബുൻ എന്നതിൻ്റെ നാത്താണ്. കെസ്ലാനു എന്നത് താലിബുൻ എന്നതിൻ്റെ നാത്താണ്. അപ്പൊ എന്തുകൊണ്ടാണ് എന്ത് നൂലേ തെൻവീൻ വന്നില്ല അല്ലേ? വന്നിട്ടില്ല അല്ലേ? തെൻവീൻ ഇല്ലല്ലോ. കെസ്ലാനു എന്നത് മടിയൻ അല്ലേ? അതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാട്ടാ. ഇത് നേരത്താണ്, പക്ഷെ തെൻവീൻ വന്നിട്ടില്ല. എന്നാലോ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 3-4 കാര്യങ്ങളിൽ പിന്തുടരണം. അതിലില്ലാത്തത് എന്താ നമുക്ക് തോന്നുന്നത്? ഏതാ? രണ്ടും നക്കിറയാണെന്ന് തോന്നുന്നില്ല അല്ലേ? ദൊമ്മയും ദൊമ്മത്തേനും സെയിം ഇറാബാണ്. പക്ഷെ നക്കിറ ആവണമെങ്കിൽ എന്ത് വേണം? തെൻവീന് വേണ്ടേ? താലിബുൻ നക്കിറയാണ്. ഒരു വിദ്യാർത്ഥി. കെസ്ലാനു ഒരു മടി എന്നത് കിട്ടണില്ല. പക്ഷെ ഈ ഒരു കെസ്ലാനു എന്ന നാമം മംനു മിനസ്വർഫാണ്. കെസ്ലാനു എന്ന നാമം മംനു മിനസ്വർഫാണ്. നമ്മൾ മംനു മിനസ്വർഫ് പഠിച്ചിട്ടില്ലേ? ഏതാ? ഒരു മംനു മിനസ്വർഫ് പഠിച്ചിട്ട് സ്ത്രീകളുടെ പേരുകൾ. സ്ത്രീകളുടെ പേരുകൾക്ക് തെൻവീൻ വരൂല. ജെറ് ചെയ്യുമ്പോൾ ഫത്തഹയിൽ ജെറ് ചെയ്യും. പഠിച്ചിട്ടുണ്ട് അല്ലേ? അതിൽ പെട്ടതാണ് ഇത് കേട്ടാ, കെസ്ലാനു. ഇതിന് തെൻവീൻ വരൂല. ഇതിന് പറയാം ഫഅലാനു എന്ന ഒരു പാറ്റേണിൽ വരുന്ന വിശേഷണങ്ങൾ. ഞാൻ അയച്ചുതരാം കേട്ടോ, നോട്ട് ഞാൻ ഫ്രീ ആകുമ്പോൾ അയച്ചുതരാം കേട്ടോ. ഫഅലാനു എന്ന ആ ഒരു പാറ്റേണിൽ കണ്ടോ, ഫഅലാനു, കെസ്ലാനു. ഇനി അതുപോലത്തെ നാമങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ. എന്നാൽ 2ാമത്തെ എക്സസൈസിലുണ്ട്. ജൗആനു വിശക്കുന്നവൻ, അതുഷാനു ദാഹിക്കുന്നവൻ, മൽ ആനു നിറഞ്ഞവൻ. ഇനിയും കുറേ വാക്കുകളുണ്ട്. അപ്പോൾ ഇത്തരം വാക്കുകളൊക്കെ ളുബാനു ഒക്കെ ഉണ്ട്. ഇതിലില്ല, അത്രയും വാക്കുകളില്ല. അപ്പോൾ ആ ഒരു പാറ്റേണിൽ വരുന്ന വിശേഷണങ്ങൾ ളുബാനു ഇതിലുണ്ട്, കലിമാത്തുൽ ജദീദുലുണ്ട്. അത് എന്തില്ല, തെൻവീനിനെ സ്വീകരിക്കൂല. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം എന്തെന്ന്, ഇവിടെ മർഫു ആണ്. എന്ത്? കെസ്ലാനു. തെൻവീൻ ഇല്ലെങ്കിലും ഇതിൻ്റെ ന്യായത്താണ്, മർഫു ന്യായത്താണെന്ന് മനസ്സിലാക്കണം. ഡിപ് തോട്ട്സ് തന്നെയാണ്, അതായത് മംനു മിന സർഫാണ്. അപ്പോൾ അത് തെൻവീനെ സ്വീകരിക്കൂല, മുബരി തെൻവീനെ സ്വീകരിക്കൂല. താലിബുൻ എന്നത് മഹ്മൂദുൻ മുബ്തദ, താലിബുൻ ഖബറുൻ മർഫൂൻ, കെസ്ലാനു നഅ്തുൻ മർഫൂ ആണ് കേട്ടോ. ഓക്കെ, ശരി. അതിൻ്റെ നോട്ട് ഞാൻ ഇൻഷാ അല്ലാഹ് അയച്ചു തരാം കേട്ടോ.